ഹലോ കൂട്ടുകാരെ, ജൂൺ 1 നമ്മുടെ സ്കൂളുകളെല്ലാം ഓപ്പൺ ചെയ്തു. മക്കൾ ഇനി നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരികയാണ്. സോ നമ്മളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ് അല്ലേ? നമ്മുടെ മദർ പാരൻസ് ഒരു 1 മന്തോളായിട്ട് ഇതിൻ്റെ കൂടെയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബുക്സ് വാങ്ങിക്കാൻ, അതുപോലെ മറ്റ് ലേണിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ, അങ്ങനെ അവർ വല്ലാത്തൊരു ബിസി ലൈഫിലൂടെയായിരുന്നു അല്ലേ കടന്നുപോയത്, ശരിയല്ലേ? സോ അപ്പോൾ നല്ലൊരു ഫ്യൂച്ചർ നമ്മുടെ മക്കൾക്ക് നമുക്ക് വിഷ് ചെയ്യാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, നല്ല ഉയരങ്ങളിലെത്തട്ടെ, നല്ല മനുഷ്യനാക്കി അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആശംസിക്കാം. സോ അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു എൻവയോൺമെൻ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഇത് ആ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിലെ 8 സ്കൂൾ ബസ്സാണ് കേട്ടോ ഉള്ളത്. ഇവിടെയുള്ള മാനേജ്മെൻറ്റും ടീച്ചേഴ്സും മറ്റ് സ്റ്റാഫുകളും ഒക്കെ നല്ല സഹകരണത്തോടെ സ്നേഹത്തോടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്. സോ അപ്പോൾ ടോട്ടലി നല്ലൊരു സ്കൂളാണ് ഞങ്ങളുടെ സ്കൂൾ കേട്ടോ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം പറയുകയല്ല, ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തതിൻ്റെ ബേസിക് എക്സ്പീരിയൻസിൽ പറയുകയാണ്. നമ്മുടെ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്കിളോ അല്ലെങ്കിൽ മറ്റുള്ള ലേണിംഗ് മെറ്റീരിയൽസോ ഫ്രീ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവിടെ നൽകുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് കേട്ടോ. നമുക്ക് കുട്ടികളെ കുറേ മെറ്റീരിയൽസ് കൊടുത്തിട്ടൊന്നും ഇങ്ങോട്ട് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ക്വാളിറ്റി എവിടെയുണ്ടോ അവിടെ വിദ്യാർത്ഥികളെ ചേർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. ഒരു 5,000 7,000 ഒക്കെ കൊടുത്താൽ നമുക്ക് സൈക്കിൾ കിട്ടും. എന്തായാലും ഒരു 10,000 ഉള്ളിലായിട്ട് നമുക്ക് മറ്റ് ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടത് അതല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് അവർക്ക് നൽകേണ്ടത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത്. നല്ല ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും ഏതാണെങ്കിലും നല്ലപോലെ എഡ്യൂക്കേഷന് ഇൻഡിവിജ്വലായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അതുപോലെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫൈഡ് എന്താണെന്ന് നോക്കുക. ടീച്ചിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടോ, അവർക്ക് കേട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് മാസ്റ്റർ ഓഫ് ആർട്സ് ഉണ്ടോ, BA ഉണ്ടോ, അങ്ങനെ അവരുടെ ക്വാളിഫിക്കേഷനും കൂടെ പാരൻസ് റെഫർ ചെയ്യുക എന്നുള്ളത് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സ്കൂളാണ് ഞങ്ങളുടെ സ്കൂൾ.